എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. അപ്പൊ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടക്കാം. ഇന്നത്തെ കഥ എല്ലാവരും പറഞ്ഞു പരമ ബോറായിരുന്നു എന്ന്. കാരണം നമ്മുടെ രവീന്ദ്രൻ ഒറ്റ ചന്ദ്രക്കിട്ട് പൊട്ടിച്ചിരുന്നുവെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേനെ. പക്ഷെ രവീന്ദ്രൻ ചന്ദ്രനെ സപ്പോർട്ട് ചെയ്ത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. കമന്റിലൂടെയൊക്കെ ഞാൻ കാണുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ മാക്സിമം റിപ്ലൈ തരാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ നമ്മുടെ ചന്ദ്ര സുധീനെ തലങ്ങനും വിലങ്ങനും ഒക്കെ അടിച്ചു വിട്ടോ സുധീനെ. സുധിയാണെങ്കിൽ അയ്യോ അമ്മേ തല്ലല്ലേ അമ്മേ, ഒരു അബദ്ധം പറ്റി പോയതാന്നൊക്കെ പറഞ്ഞു. ഏറ്റവും ലാസ്റ്റ് എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്, നിനക്ക് എന്നോട് ചോദിച്ചിട്ട് എടുക്കത്തില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അപ്പോഴത്തെ അവസ്ഥ അങ്ങനെ അല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഏതായാലും 2-3 തല്ലൊക്കെ തല്ലിയോണ്ട് നമ്മുടെ ചന്ദ്രൻ എന്ത് ചെയ്തു, സുധീനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് മോനെ ഈ അമ്മ എങ്ങനെ മോനെ അടിക്കാതെ ഇരിക്കും. ആ ഒരു സമയത്ത് ഈ അമ്മ വല്ലാണ്ടങ്ങ് പേടിച്ചു പോയി. അപ്പൊ ഞാൻ ആ കള്ളം പറഞ്ഞില്ലായിരുന്നെങ്കിൽ നീ കള്ളനാവില്ലായിരുന്നോ? അല്ല നിനക്ക് എന്താടാ പറ്റിയത്? നിനക്ക് വല്ല ജോലിക്കും പൊക്കൂടെ? അമ്മേ എനിക്ക് ജോലി കിട്ടാഞ്ഞിട്ടല്ലേ അമ്മേ ഞാൻ ജോലിക്ക് പോകാത്തത്. ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടമ്മേ. ഇനി ഒരിക്കലും ഞാൻ ഒന്നും മോഷ്ടിക്കില്ല അമ്മേ. ഇനി ഒരിക്കലും ഞാൻ അമ്മയോട് പറയാതെ ഒന്നും ചെയ്യില്ല. സത്യം, ഇത് സത്യം അമ്മേ. അമ്മയാണേ സത്യം എന്ന് പറഞ്ഞപ്പോ എന്തേ നീ എന്നെ കൊണ്ട് കൂടുതൽ സത്യം വിടരുത്. നീ ഒരു സത്യം വിട്ടതാ ആ 50 ലക്ഷം രൂപ കൊടുക്കാന്ന്. എന്നിട്ട് ഇതുവരെ 50 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റിയിട്ടില്ല. നീ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ശ്രുതി നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകും. ഇതുപോലെ പോവുകയാണെങ്കിൽ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള ഇട നീ ഉണ്ടാക്കരുത്. ഇപ്പൊ ഞാനിത് മാറ്റി പറഞ്ഞത് കൊണ്ട് മാത്രമാ ശ്രുതിയുടെ മുമ്പിൽ നീ പിടിച്ചു നിന്നത്. ബാക്കി എല്ലാവരെയും നീ നോക്കേണ്ട കാര്യമില്ല. നിന്റെ ഭാര്യ ശ്രുതിനെ നീ ശ്രദ്ധിക്കണം. അവളുടെ മുമ്പിൽ നീ ശ്രദ്ധിച്ച് നിന്നില്ലെങ്കിലേ നിന്റെ ജീവിതം തകരും. അവൾ വലിയ കോടീശ്വരിയാ, അത് നീ മറക്കരുത്. ആ പണം മൊത്തം നിന്നിൽ എത്തുന്നത് വരെ നീ എങ്ങനെയെങ്കിലും അവളെ പാട്ടിലാക്കി അവളെ സ്നേഹിച്ച് ഒരു കാര്യവും അവൾ അറിയാതെ നീ നോക്കണം. ഇനി ഇതുപോലെയുള്ള അബദ്ധം ഒന്നും കാണിക്കല്ലേ മോനെ എന്ന് പറഞ്ഞപ്പോ ഇല്ലമ്മേ, ഇനി ഞാൻ ഇതുപോലെയുള്ള അബദ്ധം ഒന്നും കാണിക്കില്ലമ്മേ. ഞാൻ ഏതായാലും ജോലി കണ്ട് അന്വേഷിച്ചു പിടിച്ചോളാം. ഈ മാസത്തിനകം എങ്ങനെയെങ്കിലും ഞാൻ ജോലി കണ്ടുപിടിക്കും അമ്മേ. എന്നിട്ട് ഞാൻ ജോലിക്ക് പോകും അമ്മേ. അമ്മ എന്നെ വെറുക്കരുതമ്മേ. അമ്മ മാത്രമേ എന്നെ സ്നേഹിക്കാനുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര അങ്ങോട്ട് പുന്നാരി ാനും തുടങ്ങി മകനെ. ഏതായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചി രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വീടിനകത്തേക്ക് കയറി വരിക. അപ്പൊ വീടിനകത്തേക്ക് കയറി വന്നതും രേവതി എന്ന് വിളിച്ചാ വരുന്നത്. അപ്പൊ രേവതിനെ കാണുന്നില്ല. അപ്പൊ രേവതിനെ കാണാത്തോണ്ട് നേരെ റൂമിൽ വന്നപ്പോഴത്തേക്ക് രേവതി ഇരുന്ന് ഭയങ്കര കരച്ചില്. പല കാര്യങ്ങൾ ഓർക്കാനുണ്ടല്ലോ രേവതിക്ക്. അപ്പൊ രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്തു പറ്റി രേവതി, നീ എന്താ കരയുന്നത്? നിന്റെ കണ്ണൊക്കെ കലങ്ങിയിട്ടിരിക്കുകയാണല്ലോ, എന്താ രേവതി പറ്റിയത്? അത് പിന്നെ ഒന്നുമില്ല. അല്ല എന്തുകൊണ്ട് അമ്മ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? അല്ല ഞാൻ പോയതിനു ശേഷം അമ്മ ഇവിടെ എന്തെങ്കിലും പെർഫോമൻസ് കാഴ്ച വെച്ചോ നിന്റെ മുമ്പിൽ? എന്നാ ഒന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറയുമ്പം അയ്യോ ഇനി വേറൊരു പ്രശ്നത്തിനും പോണ്ട. അമ്മ പിന്നെ എന്നോട് മിണ്ടിയിട്ടില്ല, ഞാൻ അമ്മയോട് മിണ്ടാനും പോയിട്ടില്ല. ഇത് ഞാൻ കരയുന്നത് വേറെ ഒന്നുമല്ല, എൻ്റെ അമ്മയുടെ അവസ്ഥ ഓർത്തിട്ടാ. പാവം എൻ്റെ അമ്മ ഇവിടെ വന്ന് നിന്ന് കെഞ്ചി സംസാരിച്ചപ്പോൾ കണ്ണുനീര് വന്നപ്പോൾ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയാമോ സച്ചിയേട്ടാ? ഒരിക്കലും എൻ്റെ അനിയൻ ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്യില്ല എന്ന് എനിക്കറിയാം. എൻ്റെ അനിയത്തിക്കും എൻ്റെ അമ്മയ്ക്കൊക്കെ അറിയാം. അതുകൊണ്ടല്ലേ എൻ്റെ അമ്മ കാലും കൈയും പിടിച്ച് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞത്. ആ ഒരു സമയത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത ആ ഒരു ഏജൻസിയിൽ നിന്ന് ആള് വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നതിനെ അവസ്ഥ? അന്ന് ഞാൻ എൻ്റെ ആങ്ങളേനോട് പറഞ്ഞതാ ഇനി മോഷ്ടിക്കരുതെന്ന്. അവൻ കാരണം എൻ്റെ അച്ഛൻ മരിച്ചു പോയതെന്നും അറിയാലോ. എൻ്റെ അച്ഛൻ മരിച്ചതിൽ പിന്നെ അവന് ശപഥം എടുത്തതാ അവൻ ഇനി വേണ്ടാത്ത പ്രവൃത്തി ഒന്നും ചെയ്യില്ല എന്ന്. അതുകൊണ്ട് എനിക്കറിയാം എൻ്റെ അനിയൻ മോഷ്ടിക്കില്ലെന്ന്. പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് ആരും അത് കേട്ടില്ല. എൻ്റെ അനിയനെ എല്ലാവരും തള്ളിപ്പറഞ്ഞു. അവനെ കള്ളനാക്കി, അവനെ പെരും കള്ളനാക്കി. അവന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ച് കാണും ഒന്ന് ഓർത്തു നോക്കിയേ. അവന് ഒത്തിരി പ്രായവും പക്വതയൊന്നും വന്നിട്ടില്ലല്ലോ. അവനിപ്പോ കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനല്ലേ. അവന്റെ ചുമലിൽ അവൻ ചെയ്യാത്ത കുറ്റം ഏറ്റെടുക്കുക, അവനെ അടിച്ചേൽപ്പിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും എനിക്ക് സഹിക്കുന്നില്ല. ഞാൻ കാരണമല്ലേ ഇതൊക്കെ. ഞാൻ ഈ വീട്ടിൽ കയറി വന്നതുകൊണ്ടല്ലേ ഇപ്പൊ എല്ലാവരും കൂടെ എൻ്റെ അനിയനെ കുറ്റപ്പെടുത്തിയത്. ഇപ്പൊ ശ്രുതിയുടെ അനിയനാണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ശ്രുതിക്ക് ഒരു അനിയൻ ഉണ്ടായിരുന്നെങ്കിൽ, ശ്രുതിയുടെ അനിയൻ ഈ വീട്ടിൽ കയറി വരികയാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കോ? ഇങ്ങനെയൊക്കെ ചെയ്യുവോ? അമ്മ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. അമ്മയ്ക്ക് എപ്പോഴും പണം തന്നെയാ വലുത്. പണം. ഞങ്ങൾക്ക് പണത്തിന് കുറച്ച് കുറവുണ്ട് സജ്ജേട്ടാ. പക്ഷെ ഞങ്ങൾ അഭിമാനം വിറ്റ് ഇതുവരെ ജീവിച്ചിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളെ പട്ടിണി കിടത്തിയാലും ഒരിക്കലും തെണ്ടിയോ പിച്ചയെടുത്തോ കട്ടോ മോഷ്ടിച്ചോ ഒന്നും ഞങ്ങളെ ഇതുവരെ ജീവിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് രാവെന്നോ പകലെന്നോ ഇല്ലാതെ പൂവൊക്കെ കെട്ടി വിറ്റ് എൻ്റെ അച്ഛൻ വയറ് മുറുക്കി കൊടുത്ത് ഞങ്ങളെ പോറ്റിയിട്ടുണ്ട്.
എന്നിട്ടും ഞങ്ങൾ ഇതുവരെ കക്കാൻ പോയിട്ടില്ല. പക്ഷെ വെറും കള്ള കുടുംബം എന്ന് വിളിച്ചപ്പോഴും വേദനിച്ചത് ഞാനും അതിലുപരി എൻ്റെ അമ്മയുമല്ലേ. എൻ്റെ അമ്മയ്ക്ക് എത്ര സങ്കടപ്പെട്ടു. എൻ്റെ കുടുംബത്തെ അവര് ഇങ്ങനെയൊക്കെ എന്തിനാ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, ദേ നിർത്ത് രേവതി, നീ കുറെ നേരമായി പറയാൻ തുടങ്ങിയിട്ട്. നിന്റെ കുടുംബം നിന്റെ കുടുംബം നിന്റെ കുടുംബം. അതെ, അത് നിന്റെ കുടുംബം മാത്രമല്ല, എൻ്റെ കുടുംബം കൂടിയാ. എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല. നിന്റെ അമ്മ, എൻ്റെ അമ്മേനേക്കാൾ ഞാൻ സ്നേഹിക്കുന്നുണ്ട് നിന്റെ അമ്മേനെ. നിന്റെ അമ്മയുടെ വയറ്റിൽ എനിക്ക് ഇടം തന്ന് കാണില്ല, പക്ഷെ എൻ്റെ പെറ്റമ്മയെക്കാളും ഞാൻ സ്നേഹിക്കുന്നത് നിന്റെ അമ്മേനെയാ. കാരണം ആ സ്ത്രീ എന്നെ അതുപോലൊരു മകന്റെ സ്ഥാനത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിനക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, നിന്റെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് നിന്റെ കുടുംബമായിട്ട് മാത്രം നീ കാണരുത് രേവതി, അത് എൻ്റെ കുടുംബം കൂടെയാ. ദേ നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് വെള്ളം കുടിക്കുക. നീ ഇങ്ങനെ കരഞ്ഞിരുന്ന് ഇങ്ങനെ ടയർഡായിട്ട് ഇരിക്കാതെ വെള്ളം കുടിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നൊരു ബോട്ടിലെടുത്ത് നമ്മുടെ രേവതിക്ക് സച്ചി വെള്ളം കൊടുക്കുകയാണ് കേട്ടോ. ഏതായാലും വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിയോട് ചോദിച്ചു, അല്ല നിന്റെ വിഷമോ സങ്കടമൊക്കെ മാറിയോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വിഷമോ സങ്കടമൊക്കെ മാറി. പിന്നെ എന്തിനാ നിന്റെ കണ്ണിൽ നിന്ന് വീണ്ടും കണ്ണുനീര് വരുന്നത്? അത് പിന്നെ ഇത് സന്തോഷ കണ്ണുനീരാ. അല്ല എൻ്റെ കുടുംബം എന്ന് സച്ചേട്ടൻ പറഞ്ഞല്ലോ. അത് കേട്ടപ്പോൾ എന്തോ എൻ്റെ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നുക. എൻ്റെ കുടുംബത്തെ സ്വന്തം കുടുംബമായിട്ട് കാണുന്നുണ്ടല്ലോ. അത് ഞാൻ എത്രമാത്രം ഭാഗ്യം ചെയ്തിട്ടായിരിക്കും അങ്ങനെ ഇപ്പം സച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അങ്ങോട്ട് സച്ചിനെ അങ്ങോട്ട് കെട്ടിപ്പിടിഞ്ഞങ്ങ് വലിഞ്ഞു മുറുക്കിട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചിയുടെ തന്നെ ഇങ്ങനെ രേവതി ഇങ്ങനെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പം സച്ചിക്കും എന്തോ പോലെ ആയിപ്പോയിട്ടോ. സച്ചിക്കും എന്തോ പോലെ ആയിപ്പോയി. ആ ഒരു സെക്കൻഡ് തന്നെ നമ്മുടെ രേവതി സച്ചിക്ക് ഒറ്റൊരു ഉമ്മ കൊടുത്തു. പിന്നെ നടന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് നടന്നില്ലേ കുറച്ച് സംഭവങ്ങൾ എന്ന് നമ്മുടെ രേവതിക്ക് ആയിരുന്നല്ലോ അവരുടെ ആദ്യത്തെ ശാന്തി മുഹൂർത്തം നടന്നത്. അതുപോലെ രണ്ടാമത്തെ ശാന്തി മുഹൂർത്തം കൂടെ നടക്കുകയാണ്. രണ്ടാമത്തെ ശാന്തി മുഹൂർത്തം എന്നൊന്നും പറയാൻ പറ്റില്ല. അവര് ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാൻ തുടങ്ങി. ആ ഒരു രാത്രിയും അവർ ഒന്നിച്ചു. അവർ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ അവർ ഒന്നിച്ചു ആ രാത്രി. ഏതായാലും നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന സച്ചിയുടെയും രേവതിയുടെയും സന്തോഷവും ഇതുപോലെ പ്രണയ നിമിഷങ്ങളും ഒക്കെ അല്ലേ കാണാൻ ആഗ്രഹിക്കുന്നത്. സച്ചിയുടെയും രേവതിയുടെയും ചെറിയ ചെറിയ കുട്ടി വഴക്കുകളൊക്കെ അതുപോലൊരു സീൻ തന്നെയാണ് നമ്മൾ നാളെ കാണുന്നത് കേട്ടോ. ഏതായാലും അവരെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കാണിക്കുമൊന്നുമില്ല, സിനിമയെ പോലും അങ്ങനെ കാണിക്കില്ല. നേരെ ലൈറ്റ് അണയുന്നു, അവർ കിടക്കുന്നു. പിന്നെ നേരം പരപരാ വെളുത്തു കേട്ടോ. നേരം പരപരാ വെളുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയാണെങ്കിൽ രേവതിനെ കാണുന്നില്ല. രേവതി എന്ന് രാവിലെ എണീറ്റ് വന്ന് കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് കൊടുക്കുന്നല്ലോ. അപ്പൊ രേവതിനെ കാണുന്നില്ല. ഇതിവളവിടെ പോയതാ? ഇത്ര നേരമായിട്ട് ഇവക്ക് എണീക്കാൻ സമയമായില്ലേ? കുറെ നേരമായല്ലോ, സമയം എന്തേ 8 മണിയാവുന്നു, എന്നിട്ടും അവക്ക് എണീക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പതുക്കെ നമ്മുടെ രേവതിയുടെ റൂമിലൊക്കെ പോയിട്ട് ഇങ്ങനെ ചെവിയൊക്കെ ഇങ്ങനെ കോർത്തിരിക്കുകയാണ്. അനക്കും ഒന്നും കാണുന്നില്ല. പെട്ടെന്നാണ് നമ്മുടെ രേവതി കുളിച്ചിട്ട് ഇറങ്ങി വരുന്നത്. തലയിൽ ഒരു തോർത്തൊക്കെ വെച്ച് കെട്ടി സിന്ദൂരമൊക്കെ ഇട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. കാണുമ്പോൾ തന്നെ രേവതിയുടെ മുഖത്തൊരു തിളക്കുണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ അറിയാം ആ ഒരു ഭർത്താവിന്റെ സ്നേഹവും കരുതലൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മുഖത്തെ പ്രസാദവും തിളക്കവും ഒക്കെയാണ് നമ്മുടെ രേവതിക്ക്. രേവതി ഇറങ്ങി വന്നതും, എടി നീ എന്തെടുക്കായിരുന്നു എന്ന് ചോദിച്ചു. അത് പിന്നെ അമ്മേ ഞാൻ കുളിക്കുമായിരുന്നു. കുളിക്കുമായിരുന്നോ? നിനക്ക് ഈ രാവിലെ കുളിക്കലൊന്നും പതിവില്ലല്ലോ. അല്ല നീ കുളിച്ചാലും ചിലപ്പം ജസ്റ്റ് മേലൊക്കെ കഴുകലേ ഉള്ളൂ. നീ എന്തിനാ തലമുടിയൊക്കെ കെട്ടിവെച്ചിരിക്കുന്നത്? നീ തല സഹിതം കുളിച്ചോ? ഞാൻ കുളിച്ചു അമ്മേ. അതെന്തിനാണ് നീ ഇപ്പൊ കുളിച്ചത്? അത് പിന്നെ ഞാൻ കുളിച്ചിട്ട് അടുക്കള കയറിക്കോളാന്ന് ഓർത്തിട്ടാ. ഇപ്പം അമ്മയ്ക്ക് കാപ്പി കിട്ടിയാ പോരെ? ഇപ്പം ഞാൻ കാപ്പി ഇട്ടോണ്ട് വരാം. കാപ്പി ഇട്ടോണ്ട് വരാന്നോ? അപ്പൊ ഇതുവരെ നീ കാപ്പി ഇട്ടില്ലേ? ഞാൻ പറഞ്ഞല്ലോ എണീക്കാൻ കുറച്ച് താമസിച്ചു പോയി, അതുകൊണ്ടാ. അതെന്താ നീ എണീക്കാൻ താമസിച്ചത്? അത് പിന്നെ അമ്മേ ഞാൻ ഇപ്പൊ പോയി കാപ്പി ഇട്ടോണ്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചിട്ട് ഒരു നാളത്തോടു കൂടി അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇത് കണ്ടതും നമ്മുടെ ചന്ദ്ര, ഈശ്വരാ ഇതെന്തു പറ്റി? ഇവക്കെന്താ ഒരു നാണവും ഒരു ചിരിയും ഒരാക്കി ചിരിയൊക്കെ, മുഖത്തെന്തോ ഒരു തിളക്കമൊക്കെ ഉണ്ടല്ലോ. എൻ്റെ ഭഗവാനെ, ഇനിയിപ്പം വല്ലതും സംഭവിച്ചോ? ഇവിടെ 2 എണ്ണങ്ങളുണ്ട്. ആ 2 എണ്ണങ്ങളോട് പറഞ്ഞ് ഞാൻ മടുത്തു. എന്നിട്ടെന്താ ഒരു കുഞ്ഞിക്കാലിനെ പോലും കാണുന്നില്ല. എന്ത് ചെയ്യാനാ ഇനി? ഈശ്വര, എൻ്റെ ശ്രുതിമോൾക്കും ശ്രുതിമോനും കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് ഇവർക്കെങ്ങാണം കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ തീർന്നു, അവിടെയെല്ലാം തീർന്നു. ഈ കുടുംബത്തിൽ ആദ്യം ജനിക്കാൻ പോകുന്ന സന്തതി അതെന്റെ ശ്രുതിമോന്റെ തന്നെ ആയിരിക്കണം. ദൈവമേ, അങ്ങനെ അല്ലാണ്ട് നടക്കുവോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വെപ്രാളപ്പെട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതിനിടയിൽ വേറെ കുറച്ച് സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ ശ്രീകാന്ത് നേരെ വർഷേനെ പോയി കാണുകയാണ് കേട്ടോ. അപ്പൊ വർഷയുടെ വണ്ടിക്ക് എന്തോ ചെറിയൊരു പ്രശ്നമൊക്കെ പറ്റി. വർഷയുടെ വണ്ടി എന്തോ പഞ്ചറാകുകയോ എന്തോ ചെറിയ പ്രശ്നം പറ്റി. അതോ ഇനി വർഷയുടെ സ്വഭാവം അനുസരിച്ച് അത് പഞ്ചറാക്കിയതാണോ എന്ന് അറിയത്തില്ല.
അങ്ങനെ വർഷയുടെ അടുത്തേക്ക് ശ്രീകാന്ത് വന്നിട്ട് ചോദിച്ചു, നിന്റെ വണ്ടി എന്നും ഇങ്ങനെ കംപ്ലൈന്റ് ആണല്ലോ, ഇത് വണ്ടിയുടെ കുഴപ്പമില്ല, ഇത് നിന്റെ കുഴപ്പം തന്നെയാണെന്നാ തോന്നുന്നത്, ഡ്രൈവിംഗ് നന്നായിട്ട് അറിയത്തില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, എനിക്ക് ഡ്രൈവിംഗ് ഒക്കെ അറിയാം. അല്ല നിന്റെ അച്ഛന് നല്ല പിടിബലമാണല്ലോ, അല്ല ആ വഴി വല്ലതും ആണോ ഇനി ലൈസൻസ് കിട്ടിയത്? ഹേയ്, ആ വഴിയൊന്നും അല്ല ലൈസൻസ് കിട്ടിയത്, എൻ്റെ അച്ഛൻ്റെ പിടിബലം കൊണ്ട് അച്ഛൻ അവിടെ ഇരിക്കുള്ളൂ, ഞാൻ കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ച് കാണിച്ചിട്ട് എനിക്ക് ലൈസൻസ് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോ, പക്ഷെ എനിക്ക് തോന്നുന്നില്ല, എപ്പോഴും നിന്റെ വണ്ടി പഞ്ചറാവുന്നത്. അതെയോ, ഇനി മനഃപൂർവ്വം വല്ലതും പഞ്ചറാക്കുന്നതാണോ? മനഃപൂർവ്വം എന്തിനാ ഞാൻ പഞ്ചറാക്കണത്? അല്ല ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാന്. ഓ പിന്നെ എനിക്ക് ശ്രീകാന്തിനെ കാണാൻ വണ്ടി പഞ്ചറാക്കണമെന്നുണ്ടോ? എനിക്ക് ആ റെസ്റ്റോറൻറ്റിലേക്ക് വന്നാൽ പോരെ, ഒന്ന് വണ്ടി എടുത്തേ ചെറുക്ക എന്നും പറഞ്ഞുകൊണ്ട് പുറകിൽ കയറിയിരുന്ന് നമ്മുടെ വർഷം അങ്ങ് പോവുകയാണ് കേട്ടോ. ഇപ്പൊ സ്റ്റുഡിയോയിലേക്ക് എങ്ങാണ്ടാണ് പോകുന്നത്. ഇതേ സമയം തന്നെയാണ് നമ്മുടെ ഭാമ ഇത് ശ്രദ്ധിക്കുന്നത്. ഭാമ നോക്കുമ്പോഴത്തേക്കും ദേ ശ്രീകാന്ത് ഒരു പെണ്ണിനെയും വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്നു. ആ പെണ്ണിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതോ കൊള്ളാന്ന് വീട്ടിലെ പെണ്ണാണെന്ന് തോന്നുന്നല്ലോ. ഇവനും ആരെയോ നോട്ടം വിട്ടിട്ടുണ്ട്. ഏതായാലും ആ കെട്ടിപ്പിടിച്ചുള്ള ഇരിപ്പൊക്കെ കണ്ടിട്ട് അത്രയ്ക്ക് പന്തികേടെന്നാന്ന് തോന്നില്ല എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ വർഷേനെ നേരെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് നമ്മുടെ ശ്രീകാന്ത് വരികയാണ് കേട്ടോ. അപ്പം വർഷയുടെ അടുത്ത് കുറച്ച് സംസാരിച്ചിട്ടൊക്കെ ആട്ടോ തിരിച്ചു വരുന്നത്. അവിടുത്തെ കുറച്ച് സംഭാഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് നാളെ കേൾക്കാം കൂടുതൽ വിശദമായിട്ട്. അപ്പൊ തിരിച്ചു വരികയാണ്. അപ്പൊ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അടുത്തയാൾ ആരാ? നമ്മുടെ സോറി പേരിനായിരുന്നു ദേവു, പെട്ടെന്ന് പേര് മറന്നു കേട്ടോ. നമ്മുടെ ദേവുവിനെ കണ്ടത്. അപ്പൊ ദേവുവിനെ കണ്ടതും ദേവു ഇങ്ങനെ സൈക്കിൾ ഇങ്ങനെ ഉന്തിക്കൊണ്ടാട്ടോ നടക്കുന്നത്. അപ്പൊ പൂവിക്കാനങ്ങാണ്ട് പോവാണ്. അപ്പം ദേവുവിനോട് ചോദിച്ചു, ഇത് എന്ത് പറ്റി ദേവു, നീ സൈക്കിൾ ഉന്തിക്കൊണ്ട് നടക്കുന്നതെന്ന് ശ്രീകാന്ത് ചോദിച്ചപ്പം അത് പിന്നെ എന്ത് ചെയ്യാനാ, സൈക്കിൾ പഞ്ചറായി പോയി, അപ്പം പിന്നെ ഉന്തിക്കൊണ്ടല്ലേ നടക്കാൻ പറ്റത്തുള്ളൂ, ഈ പൂവാണെങ്കിൽ പെട്ടെന്ന് അപ്പുറം കൊണ്ട് കൊടുക്കുകയും വേണം, സൈക്കിൾ ഇവിടെ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പം എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യുക, നീ സൈക്കിൾ ഇപ്പം ആ കടയിൽ കൊണ്ട് കൊടുത്തിട്ട് പഞ്ചർ ഒട്ടിക്കട്ടെ, ആ സമയം കൊണ്ട് ഞാൻ നിന്നെ കയറ്റി വിടാന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയം ആയിക്കോട്ടെ, നമ്മുടെ ദേവു കടയിൽ കൊണ്ടുപോയി ആ ഒരു പഞ്ചർ ഒട്ടിക്കാൻ കൊടുത്തു. നമ്മുടെ ശ്രീകാന്തിന്റെ ബൈക്കിന്റെ പുറകിൽ കയറി ഇരുന്ന് പോകുന്നത് വീണ്ടും ഭാമ കാണുകയാണ്. നോക്കുമ്പോഴത്തേക്കും ആ പെണ്ണും പുറകെ കയറിപ്പോയി, ഈ പെണ്ണും പുറകെ കയറിപ്പോയി. കൊള്ളാലോ, ഏതായാലും ഇത് അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, മിക്കവാറും ചന്ദ്രയുടെ മകൻ പിഴച്ചു പോയെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ ചന്ദ്രനെ വിളിക്കാൻ തുടങ്ങാൻ കേട്ടോ. കാരണം ചന്ദ്രനെ വിളിച്ചറിയിച്ചാൽ പിന്നെ പറയണോ കാര്യങ്ങളൊക്കെ. ഇതേ സമയം നമ്മുടെ രേവതി കാപ്പി എടുക്കാൻ പോയ സമയമാണ് കേട്ടോ. അപ്പൊ കാപ്പി എടുക്കാൻ പോയി കഴിഞ്ഞ് രേവതി അങ്ങ് പോയപ്പോഴത്തേക്കും ഇങ്ങനെ സംശയത്തോടെ നമ്മുടെ ചന്ദ്ര നിൽക്കുകയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ സുധി ഇറങ്ങി വരുന്നത് റൂമിനകത്തുനിന്ന്. അപ്പൊ സുധി ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ഇതെന്താണ് നീ ഇത്ര നേരത്തെ എണീറ്റത്, നിനക്ക് കുറച്ചു നേരം കൂടെ കിടന്ന് ഉറങ്ങത്തില്ലായിരുന്നോ, എന്തിനാ ഇത്ര നേരത്തെ എണീറ്റ് വന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ അമ്മ ഇന്നലെ നേരത്തെ കിടന്നുറങ്ങി. നേരത്തെ കിടന്നുറങ്ങിയോ? എന്തിനു നേരത്തെ കിടന്നുറങ്ങി? ഓ എടാ, ഇച്ചിരി താമസിച്ച് കിടന്നുറങ്ങിയാൽ പോരായിരുന്നോ? അത് പിന്നെ ശ്രുതിക്ക് കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ കടയിൽ വെച്ച് നോക്കിയാൽ പോരെ, ബെഡ്റൂമിനകത്താണോ കണക്കും കാര്യങ്ങളും നോക്കുന്നത്? ഓ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇതുപോലൊരു പൊട്ടനായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഭാമ വിളിക്കുന്നത്. ഏതായാലും ഭാമ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. കാര്യങ്ങൾ വേറെ ഒന്നുമല്ല പറയുന്നത്, മകനെ കുറിച്ചാണ് പറയുന്നത്, വേറെ ഒന്നുമല്ല. നമ്മുടെ ശ്രീകാന്ത് ഒരു പെണ്ണിന്റെ കൂടെ ഇങ്ങനെ തൊട്ടൊരുമി ഇരുന്ന് ബൈക്കിൽ പോകുന്നത് കണ്ടെന്ന്. എന്റെ ഈശ്വര എന്ന് പറഞ്ഞ് ചന്ദ്ര ചങ്കത്ത് കൈ വെച്ചപ്പോഴത്തേക്കും ചന്ദ്ര എന്നിട്ട് ഫസ്റ്റ് ചോദിച്ചത് എങ്ങനെയുണ്ട് ആ പെണ്ണെന്ന് ചോദിച്ചപ്പം ഏതോ പണമുള്ള വീട്ടിലെ പെണ്ണാണെന്നാ തോന്നുന്നത്. പണമുള്ള വീട്ടിലെ പെണ്ണാണോ? അല്ല കണ്ടിട്ടൊക്കെ നിനക്ക് ആകെ മൊത്തം സുന്ദരിയാണോ? സുന്ദരിയാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള പോലെയൊക്കെയാ തോന്നുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഭാമ ചോദിച്ചു, എന്താ നീ നിന്റെ മകന് പെണ്ണാലോചിക്കാൻ പോവാണോ? ദേ ഒരു കാര്യം പറയട്ടെ, നിന്റെ മകനെ സത്യം പറഞ്ഞ ശ്രീകൃഷ്ണനാന്നാ തോന്നുന്നത്. രാവിലെ ഒരു പെണ്ണിന്റെ കൂടെ വൈകിട്ട് വേറൊരു പെണ്ണിന്റെ കൂടെ. എന്താ ഭാമ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചപ്പോ ഞാൻ പറയുന്നതാണോ കുറ്റം? അല്ല ഞാനൊരു കാര്യം പറയട്ടെ, ഒരു പൂക്കാരിയും കൂടെ വീട്ടിലേക്ക് കയറി വരണമെന്നുണ്ടോന്ന് ചോദിച്ചു. പറഞ്ഞു പൂക്കാരിയോ? അല്ല ഒരു പൂക്കാരിയും കൂടെ വേണേ ഉടനെ തന്നെ വീട്ടിലേക്ക് കയറി വരും. വേറൊരു പെണ്ണിന്റെ കൂടെ ഞാൻ പോകുന്നെന്ന് പറഞ്ഞില്ലേ ശ്രീകാന്ത്, അത് വേറെ ആരും അല്ല, രേവതിയുടെ അനിയത്തിയാന്ന് പറഞ്ഞു. ഇത് കേട്ടത് ഞെട്ടിത്തരിച്ചു പോയിട്ടോ. ഏതായാലും ഞെട്ടി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചിട്ട് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ പിന്നെ എന്താ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഏതായാലും നമ്മുടെ ചന്ദ്ര രേവതിയോട് ഇത് തുറന്നടിച്ച് ചോദിക്കാനൊന്നും പോകുന്നില്ല, നമ്മുടെ ശ്രീകാന്തിനോടും തുറന്നടിച്ച് ചോദിക്കാൻ പോകുന്നില്ല. കാരണം ഭാമ പറയുന്നുണ്ട്, ഇത് നീ ഇപ്പൊ നേരെ ഡയറക്റ്റ് ആയിട്ട് പോയി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ചെറുക്കന്മാർക്ക് ഒരു ഇതുണ്ട്, നമ്മൾ വേണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ അവർ പ്രത്യേകിച്ച് ചെയ്യും. അതുകൊണ്ട് നീ പെട്ടെന്ന് ഏതെങ്കിലും നല്ലൊരു പെണ്ണിനെ നോക്കി നീ വിവാഹം കഴിപ്പിക്കാൻ നോക്കിക്കോ, അതായിരിക്കും നിനക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ടാട്ടോ ഫോൺ കട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും വീണ്ടും ഒരു ചെറിയൊരു ശാന്തി മുഹൂർത്തം അല്ല, അത് കഴിഞ്ഞല്ലോ അല്ലേ, സെക്കൻഡ് ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറയൂ. ഏതായാലും അവരൊരുമിച്ച്
അവര് രണ്ടുപേരും ഒന്നായൊരു നിമിഷവും കൂടെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ഇപ്പം നമ്മൾ കാത്തിരിക്കുന്ന അടിപൊളി സീന് നാളെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും കാത്തിരിക്കുക. അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. ഇന്ന് നമ്മൾ നയനയുടെയും ആദർശിന്റെയും നാളത്തെ പ്രമോവിശേഷവുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പം നാളത്തെ പ്രമോവിശേഷം നമ്മൾ നയനയുടെയും ആദർശിന്റെയും കഥ തീരുന്ന ഉടനെ തന്നെ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി മുതൽ എന്നും അങ്ങോട്ട് നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥയും വൈകിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നാളത്തെ പ്രമോയെ. പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത് നമ്മളത് ചെയ്യാറില്ലായിരുന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞത്. അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.